കാളവണ്ടിയും കുതിരവണ്ടിയും മാത്രം കണ്ടിരുന്ന തിരുവിതാംകൂറിലെ ജനത ആ അദ്ഭുത കാഴ്ച കണ്ട് ഞെട്ടി. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത 4 ടയറുകളുള്ള ഇരുമ്പുവണ്ടി തിരുവിതാംകൂറിൽ ചീറിപ്പാഞ്ഞു തുടങ്ങി. ഇതുകണ്ട ആധുനിക മലയാള ഭാഷയുടെ ശില്പിയായ കേരളവർമ്മക്കോയി തമ്പുരാന് ഒരു ആഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കാറിൽ പോയാലെന്താ? അങ്ങനെ അനന്തരവനായ AR രാജരാജവർമ്മയോടൊപ്പം 1914 സെപ്റ്റംബറിൽ തിരുവനന്തപുരത്തു നിന്നും കേരളവർമ്മക്കോയി തമ്പുരാൻ പുറപ്പെട്ടു. ക്ഷേത്രദർശനവും ഹരിപ്പാട് കൊട്ടാരത്തിലെ 2 ദിവസത്തെ താമസവും കഴിഞ്ഞ് സെപ്റ്റംബർ 20-നായിരുന്നു മടക്കയാത്ര. കാർ കായംകുളത്തെ കുറ്റിത്തെരുവിലെത്തിയപ്പോൾ ഒരു നായ പുറകെ ചാടി. നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് വലിയ കോയിത്തമ്പുരാന് ഗുരുതരമായി പരിക്കേറ്റു. സഹയാത്രികൻ AR രാജരാജവർമ്മ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2 ദിവസം ചികിത്സയിൽ തുടർന്നെങ്കിലും സെപ്റ്റംബർ 22-ന് വലിയ കോയിത്തമ്പുരാൻ ലോകത്തോട് വിട പറഞ്ഞു. രാജ്യചരിത്രത്തിൽ ആ വിയോഗം ഒരു അടയാളമായി. ഇന്ത്യയിലെ ആദ്യത്തെ വാഹനാപകടം മൂലമുള്ള മരണം. ആ ദുരന്ത ചരിത്രത്തിനിന്ന് 111 വർഷം പൂർത്തിയാകുന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.